വേനൽ ആരംഭിച്ചതോടെ ഏലച്ചെടികൾക്ക് തണലൊരുക്കി തുടങ്ങി കർഷകർ. മുൻവർഷത്തെ കൊടും വരൾച്ച ഏൽപ്പിച്ച കൃഷിനാശവും ഇതേ തുടർന്നുണ്ടായ വൻ സാമ്പത്തിക നഷ്ടവും ഇത്തവണ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ പ്രതിരോധമൊരുക്കുകയാണ് കർഷകർ. വേനൽ ആരംഭിച്ചതോടെ ഹൈറേഞ്ചിൽ ഏലച്ചെടികൾക്ക് തണലൊരുക്കൽ ആരംഭിച്ചു. മുൻവർഷത്തെ കൊടും വരൾച്ച ഏൽപ്പിച്ച കൃഷിനാശവും ഇതേ തുടർന്നുണ്ടായ വൻ സാമ്പത്തിക നഷ്ടവും ഇത്തവണ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ പ്രതിരോധമൊരുക്കുകയാണ് കർഷകർ. മരങ്ങളുടെ തണൽ കുറവുള്ള പ്രദേശങ്ങളിലാണ് ചെടികളിൽ നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ പച്ച നിറത്തിലുള്ള നെറ്റ് പന്തൽ പോലെ വലിച്ചുകെട്ടി സംരക്ഷണമൊരുക്കുന്നു. മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഹൈറേഞ്ചിലെ ചെറുകിട വൻകിട തോട്ടങ്ങളിലെല്ലാം തണലൊരുക്കൽ പുരോഗമിക്കുകയാണ്. ഒരു പതിറ്റാണ്ടായി കർഷകർക്ക് ഇത്തരത്തിൽ കൃത്രിമ തണൽ ഒരുക്കുന്നുണ്ട്. ഈ സീസണിൽ ഒരു മാസം മുമ്പേ ഇതിന്റെ ജോലികൾ ആരംഭിച്ചു. വേനൽ രൂക്ഷമായാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കേണ്ടി വരും. ഇടുക്കി ജില്ലയിലെ ഏല കർഷകർ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലം കഴിഞ്ഞ വേനൽക്ക് അതിഭയങ്കരമായ ചൂടായിരുന്നു. ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏല കർഷകർ വിവിധ മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കി. ഏറ്റവും പ്രധാനം ജലസേചനമായിരുന്നു. എന്നാൽ അതികഠിനമായ വേനൽ മൂലം കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ള ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ കരിഞ്ഞു ഉണങ്ങിയ ഏലത്തിന് ബാക്കിയുള്ള ഏലങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം കർഷകർ വളരെ ചിലവേറിയ മാർഗങ്ങളാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേക്കർ സ്ഥലത്ത് നെറ്റ് ഉപയോഗിച്ച് തണലൊരുക്കാൻ 1 മുതൽ 1.5 ലക്ഷം രൂപ വരെ ചെലവാകും. 10 അടി വീതിയും 50 മീറ്റർ നീളവുമുള്ള ഒരു റോൾ നെറ്റിന് 1000 മുതൽ 2600 രൂപയാണ് വില. ഇപ്പോൾ 20 അടി വീതിയും 4000 രൂപ വരെ വിലയുള്ള നെറ്റുകളും വിപണിയിലുണ്ട്. ഗുണനിലവാരമുള്ളവ 7 മുതൽ 10 വർഷം വരെ ഉപയോഗിക്കാം. 40 മുതൽ 70% വരെ സുതാര്യതയുള്ള നെറ്റുകൾ ലഭ്യമാണ്. മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ നെറ്റ് വലിച്ചുകെട്ടാൻ പൈപ്പോ മരത്തിന്റെ തൂണോ സ്ഥാപിക്കണം. ഗ്രാൻഡിസ് മരങ്ങളിലെ തൂണുകളും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കയർ, കമ്പി, തൊഴിലാളികളുടെ കൂലി തുടങ്ങിയ മുതൽ മുടക്ക് ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.